Okay, so we started our sixth module. Okay, so in that we already discussed intro. Yes. Okay, we discussed intruders and different types of intruders. That means classification of intruder. And what are the classification intruder? We discussed three classes of intruders. What are they? എന്തൊക്കെയായിരുന്നു പറ. Masquerade, Masquerade, then misfeasor, clandestine use. So these are the three types of intruders: masquerade, misfeasor, and clandestine users. After that, we discussed how the behavior, common behavior of intruder attack. അല്ല അതുപോലെ തന്നെ എന്താണ് how can we protect or what is the common method to prevent intruder attack അല്ലെ പാസ്വേഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ how we protect our how do we protect our പാസ്വേഡ്. അപ്പോൾ അതിൻ്റെ രണ്ട് മെത്തേഡ്സ്, വൺ വേ ഫംഗ്ഷനും സിമിലർലി ആക്സസ് കൺട്രോളും നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ഇനി നമുക്ക് പഠിക്കുന്നത് ഇൻട്രൂഡർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ദേ ട്രൈ ടു ആക്സസ് അവർ ലോഗിൻ പാസ്വേഡ്. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അറ്റാക്ക് അല്ലെങ്കിൽ ഹാക്കർ അല്ലെങ്കിൽ ക്രാക്കർ എന്ന് പറയുന്നവരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈം മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ ഹാവ് ടു ആക്സസ് ദ പാസ്വേഡ് അല്ല, പാസ്വേഡ് ആക്സസ് ചെയ്യാനായിരിക്കും അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് പാസ്വേഡ് ജനറലായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള പിന്നെ സ്റ്റെപ്സ് ആണ്, അവരുടെ മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ട്രൈ ഡിഫോൾട്ട് പാസ്വേഡ് യൂസ് വിത്ത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് ദാറ്റ് ആർ ഷിപ്ഡ് വിത്ത് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഡിഫോൾട്ട് പാസ്വേഡ്സ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ചില കേസസിൽ ഡിഫോൾട്ട് പാസ്വേഡ്സ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ യൂസിങ് ഡിഫോൾട്ട് പാസ്വേഡ്സ്, ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാസ്വേഡ്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ഡിഫോൾട്ട് പാസ്വേഡ്സ് ഉണ്ടാവും. അത് വെച്ച് എന്ത് ചെയ്യാം? they try to access the system. Okay, രണ്ടാമത്തെ മെത്തേഡ് എന്താണ് അല്ലേ? മനസ്സിലായോ? അപ്പൊ അതായത് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതത്ര കെയർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, മെനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡു നോട്ട് ബോദർ ടു ചേഞ്ച് ദീസ് ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നവരുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് എന്തൊക്കെയാണോ പാസ്വേഡ് ഉള്ളത് ആ പാസ്വേഡ് തന്നെ കീപ്പ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അപ്പം അവരുടെ കേസിൽ it will be very easy to extract a password or hack the password from that particular system. Okay, അത് ഒന്നാമത്തെ ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? എക്സോസ്റ്റീവ്ലി ട്രൈ ഓൾ സോർട്ട് ഓഫ് പാസ്വേഡ്സ് അല്ല, എല്ലാ പോസിബിൾ ആയിട്ടുള്ള എക്സോസ്റ്റീവ് മെത്തേഡാണ്. അതായത് ഇൻട്രൂഡേഴ്സ് ഏതൊക്കെ രീതിയിലാണ് പിന്നെ പാസ്വേഡ് ട്രൈ ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. എക്സോസ്റ്റീവ് മെത്തേഡ്, അതായത് പോസിബിൾ ആയിട്ടുള്ള പാസ്വേഡ്സ് എല്ലാം എന്ത് ചെയ്യുക, നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, എക്സോസ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ എക്സോസ്റ്റീവ്ലി ട്രൈ ഓൾ ഷോർട്ട് പാസ്വേഡ്സ് അല്ലെങ്കിൽ ചിലപ്പം ചില ഒരു 3 വേർഡ്സ് മാത്രം അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് മാത്രം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സിസ്റ്റം ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, പോസിബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ റാൻഡമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് എക്സോസ്റ്റീവ് മെത്തേഡ്. അതൊരു ഇൻട്രൂഡർ ടെക്നിക്സ് ആണ്. ഇതൊക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഇതിനൊക്കെ ഇപ്പം വളരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? ട്രൈ വേർഡ്സ് ഇൻ ദ സിസ്റ്റംസ് ഓൺലൈൻ ഡിക്ഷണറി ഓർ എ ലിസ്റ്റ് ഓഫ് ലൈക്ലി പാസ്വേഡ്. അപ്പം ഒരു സിസ്റ്റത്തിന്റെ ഡിക്ഷണറി ഉണ്ടാവും, ഓൺലൈൻ ഡിക്ഷണറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റാ ബേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള പാസ്വേഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, വെച്ച് ട്രൈ ചെയ്യാം. അപ്പൊ ട്രൈ words in systems online dictionary. Systems online dictionary. Okay, so that is another method. And next is to collect information about users such as their full names or the names of their spouse, children, pictures. അപ്പോൾ അങ്ങനെയുള്ള
ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എന്ത് ചെയ്യും ഡീറ്റെയിൽസ്, ഫുൾ നെയിംസ്, ഓക്കെ, ഡീറ്റെയിൽസ്, ഓക്കെ. ഇപ്പോൾ ഒരു യൂസർ ഉണ്ടെങ്കിൽ അവരുടെ സ്പൗസിന്റെ നെയിം, ചിൽഡ്രന്റെ നെയിം, അല്ലെങ്കിൽ ഹൗസ് നെയിം, വണ്ടീന്റെ നെയിം, ഇതൊക്കെ വെച്ചിട്ട് സാധാരണ നോർമലി ആൾക്കാർ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതറിയാമെങ്കിൽ, അതായത് അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഇതൊക്കെ സാധാരണ ഇതിൽ ചെയ്യുന്ന ഇതാണ്. മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ പാസ്വേഡ് ഗസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഏത് സിനിമയിലായിരുന്നത്? നീരജ, ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പം നമ്മുടെ എന്താ പറയാ, യൂസറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചിലപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ആക്സസിങ് പാസ്വേഡ്സ് ആണ്. പിന്നെ ഫോൺ നമ്പേഴ്സ് യൂസ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് ഫോൺ നമ്പേഴ്സ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ അക്കൗണ്ട് നമ്പർ, ഫോൺ നമ്പേഴ്സ്, അക്കൗണ്ട് നമ്പേഴ്സ്, അല്ല റൂം നമ്പർ, ഫോൺ നമ്പർ, അങ്ങനെയുള്ള പേഴ്സണൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഇവർ ആക്സസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്, ഇൻട്രൂഡേഴ്സിന്റെ അറ്റാക്കിംഗ് മെത്തേഡ്സ് ആണ്. ഓക്കെ. പിന്നെന്താണ് യൂസ് എ ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് വെച്ചാൽ എന്താ അറിയോ? ട്രോജൻ ഹോഴ്സ്, ട്രോജൻ ഹോഴ്സ് ഇതൊരു കമ്പ്യൂട്ടർ വൈറസ് പ്രോഗ്രാം ആണ് അല്ലേ. അപ്പോൾ ലോ പ്രിവിലേജ് യൂസർ പ്രൊഡ്യൂസ്ഡ് എ പ്രോഗ്രാം, ഒരു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലിങ്ക് ആയിരിക്കാം അല്ലെ. അത് സിസ്റ്റം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പാസ്വേഡ് ആക്സസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗെയിം ആയിരിക്കും ചിലപ്പം ആ പ്രോഗ്രാമിന് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്തോ ആ പാസ്വേഡിനെ കോപ്പി ചെയ്യുക. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് ട്രോജൻ ഹോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇത് യൂഷ്വലി സോഫ്റ്റ്വെയർ ബേസ്ഡ് മെത്തേഡാണ് അല്ലെങ്കിൽ പ്രോഗ്രാം ബേസ്ഡ് മെത്തേഡാണ് ഈ ലാസ്റ്റ് പറഞ്ഞ ടെക്നിക്ക് ആക്സസ് പാസ്വേഡ്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ വിത്തൗട്ട് യൂസറിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇത് പ്രോഗ്രാം ബേസ്ഡ് മെത്തേഡാണ്, ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ്സ്, ദ ഫസ്റ്റ് 5 മെത്തേഡ്സ് ആർ വേരിയസ് വേസ് ഓഫ്, ഇതൊരു ഗസ്സിംഗ് ആണ്. ഇവിടെ നടക്കുന്നതൊക്കെ എന്താണ്, ഗസ്സിംഗ് ആണ്. യു ആർ ഗസ്സിംഗ് ടു ഒബ്ടൈൻ പാസ്വേഡ്. ഓക്കെ. അപ്പം ഈ ഗസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ അത് ആക്ച്വലി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കൗണ്ടർ ചെയ്യാൻ പറ്റും. ഈ ഗസ്സിംഗ് മെത്തേഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് മെത്തേഡിനെ നമുക്ക് എന്താ പറയാ വളരെ ഈസി ആയിട്ട് കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ഫസ്റ്റ് പറഞ്ഞെല്ലാം ഡിഫോൾട്ട് പാസ്വേഡ്സ് അല്ലെങ്കിൽ എക്സോസ്റ്റിവ് മെത്തേഡ് അല്ല, ഓൺലൈൻ ഡിക്ഷണറി വെച്ച് ചെയ്യുന്നത്, ഫോൺ നമ്പേഴ്സ്, പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് എൻ്റർ ചെയ്യുന്നത്, ഇതൊക്കെ ഗസ്സിംഗ് മെത്തേഡ്സ് ആണ്. വി ആർ ഗസ്സിംഗ് ടു അറ്റംപ്റ്റ് ലോഗിൻ അല്ലേ. അപ്പൊ ഇവിടെ ഈ മെത്തേഡ്സിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സോഫ്റ്റ്വെയർ മെത്തേഡിനെ ഇതിന്റെ അത്രയും ഈസി അല്ല നമുക്ക് സെക്യൂർഡ് ആക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. ഇനി ഇൻട്രൂഡേഴ്സ് ക്യാൻ ഗെറ്റ് ആക്സസ് ടു എ സിസ്റ്റം വിത്തൗട്ട് ഒബ്ടൈനിങ് എ പാസ്വേഡ്. ചിലപ്പം പാസ്വേഡ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൂഡറിന് ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ക്യാൻ ബി ഡൺ ബൈ എക്സ്പ്ലോയിറ്റിംഗ് അറ്റാക്സ് സച്ച് ആസ് ബഫർ ഓവർലോസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പ്രോഗ്രാം, ഇതൊക്കെ പ്രോഗ്രാം ബേസ്ഡ് ആണ്. ബഫർ ഓവർലോസ്, ഓക്കെ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആക്സസിങ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പാസ്വേഡ് ഇല്ലാണ്ട് തന്നെ കയറാൻ പറ്റും. ഓക്കെ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് നമ്മൾ യൂഷ്വലി ഇൻട്രൂഡേഴ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാക്കേഴ്സ് ഓർ ക്രാക്കേഴ്സ് ട്രൈ ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ടു ഒബ്ടൈൻ പാസ്വേഡ് ഓർ ലോഗിൻ ടു എ സിസ്റ്റം അല്ലേ. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർ മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ ഗസ്സിംഗ് മെത്തേഡ്സും ഉണ്ട്. ഗസ്സിംഗ് മെത്തേഡ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതില് ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഹൗ ക്യാൻ ബി prevent our system, or how can we secure our system
ഫ്രം ഇൻട്രൂഡേഴ്സ് ബൈ പ്രൊട്ടക്ടിങ് യുവർ പാസ്വേഡ്സ് അല്ലേ. അപ്പൊ എന്തൊക്കെ രീതിയിൽ അപ്പൊ രണ്ട് ഒന്ന് ഡിറ്റക്ഷൻ ഉണ്ട്, ആരെങ്കിലും നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്തോ, വി ഹാവ് ടു ഡിറ്റക്ട് വെദർ അവർ സിസ്റ്റം ഇസ് ആക്സസ്ഡ് ഓർ നോട്ട്. രണ്ടാമത്തെ പ്രിവെൻഷൻ. ഈ രണ്ട് മെത്തേഡിലെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ റെസിസ്റ്റിംഗ് ഇൻട്രൂഡേഴ്സ്. ഓക്കെ, പാസ്വേഡ് അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നില്ല പറയുന്നത്? അഫ്ല ക്ലിയർ അല്ല? കേൾക്കുന്നില്ല? ഇത് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ്ലി തിയറി ആണ്, അപ്പം ശരിക്കും നോക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാന്നാണ് പറയുന്നത്. ഡിറ്റക്ഷനും പ്രിവെൻഷനും എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രിവെന്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ഫസ്റ്റ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിറ്റക്ഷൻ ആണ്. How can we detect intruder attack or password obtaining attack? Intrusion. Detection. Intrusion. Detection ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ ആ ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യും. എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് വിൽ പ്രൊവൈഡ് an early warning of an intrusion so that defensive action can be taken to prevent or minimize damage. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്രിവെന്റ് ദാറ്റ് ഡാമേജ് അല്ലേ. നമ്മൾ എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രയധികം ഡാമേജ് കൂടുകയുള്ളൂ അല്ലേ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ വി ഹാവ് അപ്പോൾ ഒരു ഏർലി വാർണിംഗ് ആണ്. ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ കളയാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് അവർ സിസ്റ്റം ഈസ് ഹാക്ക്ഡ് ഓർ ക്രാക്ക്ഡ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് പേഴ്സൺ ഈസ് ആക്സസിങ് അവർ സിസ്റ്റം, ദാറ്റ് മെസ്സേജ് വിൽ ബി ഗെറ്റിംഗ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പം ഏറ്റവും അറ്റ് ഏർലിയസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് വി ക്യാൻ പ്രിവെന്റ് ദോസ് ഡാമേജ്. ഓക്കെ, അതാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷനിലേക്ക് കൂടി പറയുന്നുണ്ടാവുക. ഓക്കെ, any if an intrusion is detected quickly enough, the intruder can identified and ejected from the system before any damage is done or any data are compromised. അല്ല, നമ്മളിപ്പം പുതിയൊരു ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫർദർ ഡാമേജിൽ നിന്ന് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ഇഫ് ദ ഡിറ്റക്ഷൻ ഈസ് നോട്ട് സഫീഷ്യന്റ്ലി timely to preempt the intruder, the sooner that the intrusion is detected, the less the amount of damage and more quickly the recovery can be achieved. നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിക്കവറി ചെയ്യാനും പറ്റും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ടു ഡിറ്റക്ട് ഏർലി. ഓക്കെ, സോ ഇറ്റ് വിൽ resist or it will resist damage. Okay, or it will resist or minimize damage. Okay, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സിസ്റ്റം അൺഓതറൈസ്ഡ് ആക്സസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ we need to find out very quickly, otherwise the damage will be maximum. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? രണ്ടാമത്തെ പിന്നെന്താ പറയുന്നത്? ഇൻട്രൂഡൻ ഡിറ്റക്ഷൻ. ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹൗ കാൻ ബി ഡിറ്റക്ട്. ഓക്കെ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ enables the collection of information about intrusion techniques that can be used to strengthen the intrusion prevention facility. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മുടെ ഇൻട്രൂഷൻ പ്രിവെൻഷൻ ഫെസിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. സോ വിൽ സ്ട്രെങ്തൻ ഇൻട്രൂഷൻ പ്രിവെൻഷൻ ഫെസിലിറ്റി. Will strengthen intrusion prevention facility. If you find out a technique, or if you detect the intrusion attack or intruder attack, നമ്മളത് കണ്ടുപിടിച്ചത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫർദർ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നില്ലേ പറയുന്നത്?
ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ എപ്പോഴും ഇൻട്രൂഷൻ അല്ലെങ്കിൽ ഇൻട്രൂഡർ അറ്റാക്ക് എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ബേസിക്കലി എന്തായിരിക്കും ഡിഫറെന്റ് ഫ്രം ഇൻട്രൂഷൻ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ അസംഷൻ. നമ്മളൊരു അസംഷൻ എടുക്കും. ഇത് ചെയ്യുമ്പോഴുള്ള അസംഷൻ എന്താണ്? അസംഷൻ എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ or behavior of intruder differs from that of a authorized user in ways that can be quantified. Okay, അപ്പോൾ എന്താണ് അസംഷൻ? ഇൻട്രൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും എന്ത് ഓത്തറൈസ്ഡ് ആക്സസ് എന്ന് പറയുന്നത്. ഒരു ഓത്തറൈസ്ഡ് പേഴ്സൺ യൂസ് ചെയ്യുന്നതും ഒരു ഇൻട്രൂഡർ യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവരുടെ ആക്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു അസംഷനിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ പോലും ടിപ്പിക്കൽ യൂസ് ഓഫ് ടിപ്പിക്കൽ ആക്ട് ഓഫ് ഇൻട്രൂഡർ will differ from authorized access, but at the same time അവർ തമ്മിലൊരു ആ ബിഹേവിയറിന് ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാവും. അതായത് ഒരു ഇൻട്രൂഡർ യൂസ് ചെയ്യുന്ന രീതിയും ഓത്തറൈസ്ഡ് പേഴ്സൺ യൂസ് ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങളിൽ സിമിലർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആ സിമിലർ ആയിരിക്കും എന്തായിരിക്കും അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് ആ സിമിലാരിറ്റി കൂടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ഇൻട്രൂഡർ അല്ലെ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല വെദർ ഇറ്റ് ഈസ് എൻ ഇൻട്രൂഡർ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ആണോ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ അതിൽ രണ്ട് രീതിയിൽ നമ്മൾ പറയും. ലൂസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ലൂസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻട്രൂഡർ ബിഹേവിയർ എന്താ സംഭവിക്കുക? വിച്ച് വിൽ ക്യാച്ച് മോർ ഇൻട്രൂഡേഴ്സ് വിൽ ഓൾസോ ലീഡ് ടു എ നമ്പർ ഓഫ് ഫോൾസ് പോസിറ്റീവ്സ് ഫോർ ഓത്തറൈസ്ഡ് യൂസർ ഐഡന്റിഫൈഡ് ഇൻട്രൂഡർ അല്ല. അപ്പൊ നമ്മൾ ലൂസ് ഇന്റർപ്രിട്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസംഷൻ കൃത്യമല്ലെങ്കിൽ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ കൃത്യമല്ലെങ്കിൽ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നെന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ ഓത്തറൈസ്ഡ് യൂസർ മേ ബി സീംഡ് ആസ് ആൻ ഇൻട്രൂഡർ ആയിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓത്തറൈസ്ഡ് യൂസേഴ്സ് ആർ ഐഡന്റിഫൈഡ് ആസ് ഇൻട്രൂഡേഴ്സ്. അതേപോലെ തന്നെ എന്തുണ്ടാവാം? നമ്മളൊരു ഇതിനെ നമ്മൾ ലൂസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ലൂസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. അപ്പൊ ലൂസ് ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഓത്തറൈസ്ഡ് യൂസർ വിൽ ബി ഐഡന്റിഫൈഡ് ആസ് ഇൻട്രൂഡർ. അതിന് ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ എന്താ സംഭവിക്കുക വെച്ചാൽ ചിലപ്പം ഇൻട്രൂഡർ ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഇൻട്രൂഡർ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഇൻട്രൂഡർ. ആണ് ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ. ലൂസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ ഓത്തറൈസ്ഡ് യൂസർ ക്യാൻ ബി ഐഡന്റിഫൈഡ് ആസ് ഇൻട്രൂഡർ. ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടുന്ന ചില നമ്മുടെ അസംഷനിൽ വരുന്ന ചില ഹോൾസ് ആണ്. ഓക്കെ, അപ്പം ടൈറ്റ് ഇന്റർപ്രിട്ടേഷനിൽ ഇൻട്രൂഡർ may not be detected as an intruder, but at the same time loose interpretation authorized user will be identified as intruder. Okay, അപ്പോൾ അതിന്റെ ഒരു ഫിഗർ ഉണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ ഫിഗർ നമുക്കിവിടെ കാണിക്കാം. ഓക്കെ, മനസ്സിലാകുന്നില്ലേ പറയുന്നത്? അതിന്റെ ഒരു ഇൻട്രോ ആണ് പറയുന്നത്. ഇൻട്രൂഷൻ ഡിറ്റക്ഷന്റെ ഇൻട്രോ ആണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അതിനൊരു ഫിഗർ ഉണ്ട് നോക്കാം.
ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. So the figure indicates measurable behavior parameter of an intruder as well as an authorized user. Okay, it will be illustrated against probability density function. Okay, this is the probability density function. Y-axis represents probability density function, and x-axis represents measurable behavior parameter. Okay, and this is the average behavior of intruder. Behavior of intruder. This one represents the average behavior of intruder, and this is the average behavior of authorized user. Okay, so this is a measure of behavior parameter with respect to probability density function. So ഇവിടെ ഈ ഫസ്റ്റ് കർവ് കാണിക്കുന്ന എന്താണ്? പ്രൊഫൈൽ ഓഫ് ആൻ ഇൻട്രൂഡേഴ്സ്. ഇവിടെ വരച്ച നിങ്ങളെല്ലാവരും കാവ്യ വരച്ചില്ല? The first curve indicates the profile of an intruder and the second curve indicates the profile of an authorized user. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെങ്കിലും ഡിഫറെന്റ് കർവ് ആണ്. അതായത് യൂസ് ആ ബിഹേവിയർ പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് നമ്മളൊരു അതിന്റെ പ്രൊബബിലിറ്റി നമ്മൾ നോക്കുവാണ്. ആ പ്രൊബബിലിറ്റി നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കർവ്സ് ആണ് ഡിഫറെന്റ് ലൊക്കേഷനിലാണ് ഉള്ളത്. പക്ഷെ എന്നാൽ പോലും ചില കേസസിലാകുന്നുണ്ട് ഒരു ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പം ഈ ഓവർലാപ്പിംഗ് ഉള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോമൺ ബിഹേവിയർ ആയിരിക്കും. ദ കോമൺ ബിഹേവിയർ ഓഫ് ഇൻട്രൂഡർ ആൻഡ് ഓതറൈസ്ഡ് യൂസർ. അപ്പൊ കോമൺ ബിഹേവിയർ കൂടുന്നതാണെങ്കിൽ, ആ ഓവർലാപ്പിംഗ് കൂടുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ഇൻട്രൂഡർ അറ്റാക്ക്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഇൻട്രൂഡർ വിൽ ആക്ട്. അപ്പൊ ഈ ഓവർലാപ്പിംഗ് കൂടുക എന്നാണ് എന്താ മീനിങ്? The intruder will act as an authorized user. We cannot identify whether it is an intruder or an authorized user. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രൂഡേഴ്സിനെ മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? മാസ്കുറേറ്റർ, മിസ്ഫീസർ, അതുപോലെ തന്നെ ക്ലാൻഡസ്റ്റൈൻ യൂസർ അല്ലെ? അങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റിലത്തെ മാസ്കുറേറ്ററിന് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരിക്കും. ബിക്കോസ് ഹീസ് ആൻ ഔട്ട്സൈഡർ അല്ലെ? ഒരു ഔട്ട്സൈഡർ ആയിരിക്കും മാസ്കുറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു ഔട്ട്സൈഡർ അറ്റാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ കുറെ കൂടി ഈസി ആയിരിക്കും അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? മാസ്കുറേറ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും മിസ്ഫീസർ അറ്റാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പം മിസ്ഫീസർ ഇസ് മോർ ഡേഞ്ചറസ് ദാൻ മാസ്കുറേറ്റർ ബിക്കോസ് മിസ്ഫീസർ ഇസ് ആൻ ഇൻസൈഡ് പേഴ്സൺ അല്ലെ? ഒരു ഓത്തറൈസർ അതിൻ്റെ അകത്ത് ആ കമ്പനിയിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫേമിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലുള്ള ആളായിരിക്കാം ഇൻട്രൂഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സോ ടു ഫൈൻഡ് ഔട്ട് ദ മിസ്ഫീസർ ഇസ് മോർ ഡിഫിക്കൽട്ട് ദാൻ മാസ്കുറേറ്റർ. ഇതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്ലാൻഡസ്റ്റൈൻ യൂസറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ക്ലാൻഡസ്റ്റൈൻ യൂസർ വിൽ ബി മോർ ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ എൻറ്റയർ സിസ്റ്റത്തിന്റെ ടോപ്പ് ലെവലിലുള്ള മാസ്റ്റർ ആക്സസ് ക്ലാൻഡസ്റ്റൈൻ യൂസർ സീസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ക്ലാൻഡസ്റ്റൈൻ യൂസർ വിൽ ഹാൻഡിൽ ദ മാസ്റ്റർ സിസ്റ്റം അല്ലെങ്കിൽ മാസ്റ്റർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഹൈ ടോപ്പ് ലെവലിലുള്ള അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എന്തുണ്ടാവും? ക്ലാൻഡസ്റ്റൈൻ യൂസറുടെ കയ്യിലുണ്ടാവും. സോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിരിക്കും ക്ലാൻഡസ്റ്റൈൻ യൂസറിന്റെ അറ്റാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ. ഡിറ്റക്ട് ചെയ്യാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രിവെന്റ് ചെയ്യാനല്ല, ഏറ്റവും വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനെ ഡിറ്റക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കും ഇൻട്രൂഡേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ മാസ്കുറേറ്റർ അറ്റാക്ക് വിൽ ബി ഈസിലി ഡിറ്റക്റ്റഡ്. മിസ്ഫീസർ ആൻഡ് ക്ലാൻഡസ്റ്റൈൻ യൂസർ അറ്റാക്ക് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അജ്മന ക്ലിയർ ആണോ പറയുന്നത്? കാർത്തിക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മുടെ ഇൻട്രൂഡർ ഡിറ്റക്ഷൻ നമ്മൾ നടത്തുന്നത്. എങ്ങനെയാണ് ഒരാളെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളെ അൺഓത്തറൈസ്ഡ് ആക്സസ് ചെയ്തിട്ടുണ്ടോ, ഹൗ ടു ഡിറ്റക്ട്
whether a person has accessed our system, whether an intruder attacked our system. അപ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ടൂൾ ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഈസ് ദ ഓഡിറ്റ് റെക്കോർഡ്. ഓക്കെ, സം റെക്കോർഡ് ഓഫ് ഓൺ ഗോയിങ് ആക്ടിവിറ്റി ബൈ യൂസർ മസ്റ്റ് ബി മെയിൻറ്റൈൻഡ് ആസ് ഇൻപുട്ട്. അല്ലെ, ചില നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ യൂസർ ആക്ടിവിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ യൂസർ ആക്ടിവിറ്റീനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതിന് രണ്ട് പ്ലാൻസ് ഉണ്ട്, രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഈ റെക്കോർഡ് ആക്കുന്നതിന്. ഒന്നിനെ നമ്മൾ പറയും നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ്. ഒന്നാമത്തെ മെത്തേഡാണ് നാറ്റീവ്, അതായത് ഡിറ്റക്ഷൻ സിസ്റ്റം ആണ് പറയുന്നത്, ഡിറ്റക്ഷൻ മെത്തേഡാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഇസ് ടു റെക്കോർഡ് യൂസർ ആക്ടിവിറ്റീസ്, അല്ലെ. അപ്പൊ അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് native audit method, and second is detection specific audit record. Detection specific audit record. These are the two recording methods for detection of intruder attack. Okay, the first method is native audit records. Actually here what we are doing is virtually all multi-user operating systems include accounting software that collects information on user activity. നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ആക്ടിവിറ്റി മൊത്തം എന്തെങ്കിലും കളക്ട് ചെയ്യും. ഓക്കെ, ആ കളക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദിസ് ഇൻഫർമേഷൻ ഇസ് ദാറ്റ് നോ അഡീഷണൽ കളക്ഷൻ സോഫ്റ്റ്വെയർ ഇസ് റിക്വയർഡ്. നമുക്ക് കളക്ഷൻ സോഫ്റ്റ്വെയർ ഒന്നും റിക്വയർ ചെയ്തത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓൾ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, അത് അതിന്റെ അക്കൗണ്ട് എന്താ പറയുക, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അടക്കം എല്ലാം എന്ത് ചെയ്യും, നമ്മളത് കളക്ട് ചെയ്യും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ കളക്ട് ചെയ്ത് നോക്കും. അപ്പം പെട്ടെന്ന് ഒരു അൺഓത്തറൈസ്ഡ് പേഴ്സൺ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കോർഡിങ്ങിലൂടെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡിംഗ് എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതായത് വി ആർ കളക്ടിങ് യൂസർ ആക്ടിവിറ്റി, അല്ലേ. അപ്പം അതിലെന്താ യൂസ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ഒരു സോഫ്റ്റ്വെയർസ് ഒന്നും അഡീഷണൽ സോഫ്റ്റ്വെയർസ് ഒന്നും യൂസ് ചെയ്യാതെ വി ആർ വിർച്വലി റെക്കോർഡിംഗ് ഓൾ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഓഡിറ്റ് ചെയ്ത് നോക്കും, അതായത് റെക്കോർഡ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ദർ ഇസ് നോ നീഡ് ഓഫ് ആൻ അഡീഷണൽ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് may not contain the needed information or may not contain it in a convenient form. ഒരു നാറ്റീവ് ഓഡിറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല നമുക്കിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, നമ്മുടെ അടുത്ത യൂസർ ആക്ടിവിറ്റീസിന് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന, അതായത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് കളക്ട് ചെയ്യും, അല്ലെ. വേറൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാതെ ആയിരിക്കും നമ്മളിത് കളക്ട് ചെയ്യുക. അപ്പോൾ അതിനായിരിക്കും നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞ മെത്തേഡ്, ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്. അപ്പൊ എന്താ ചെയ്യാം, എ കളക്ഷൻ ഫെസിലിറ്റി ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ദാറ്റ് ജനറേറ്റ്സ് ഓഡിറ്റ് റെക്കോർഡ്സ് കണ്ടെയ്നിങ് ഓൺലി ദാറ്റ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. അത് ഒരു സ്പെസിഫിക് ആയിട്ട് ഇൻട്രൂഡൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, വെറൈറ്റി ഓഫ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ടെക്നിക്ക് വെറൈറ്റി ഓഫ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസഡ്വാൻറ്റേജ് എക്സ്ട്രാ ഓവർ ഹെഡ് ഇൻവോൾവ് ഇൻ ഹാവിംഗ് എഫക്ട് ടു അക്കൗണ്ടിങ് പാക്കേജ് റണ്ണിംഗ് ഓൺ എ മെഷീൻ. അപ്പം വെച്ചാൽ രണ്ട് പാക്കേജ്, വേറൊരു എക്സ്ട്രാ സോഫ്റ്റ്വെയർ ബേസ്ഡ് ടെക്നിക്ക് ആയതുകൊണ്ട് വേറൊരു എക്സ്ട്രാ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനാണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൂഡൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡിംഗ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. നാറ്റീവ് ഓഡിറ്റ് റെക്കോർഡ് എന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു വിത്തൗട്ട് യൂസിങ് ആൻ എക്സ്ട്രാ സോഫ്റ്റ്വെയർ. ഇവിടെ നമ്മുടെ എക്സ്ട്രാ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിരിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് അതിലുണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? നജികേതസ് ക്ലിയർ ആണോ പറയുന്നത്?
ഇനി അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് സ്പെസിഫിക് റെക്കോർഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എക്സാമ്പിൾസ്, അതായത് എക്സാമ്പിൾ ഓഫ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്. അപ്പോൾ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒന്ന് സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യേറ്റേഴ്സ് ഓഫ് എ action. A subject is typically a terminal user but might also be process acting on behalf of user or group of users. അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളായിരിക്കും സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ആക്ടിവിറ്റി അറൈസസ് ത്രൂ കമാൻഡ്സ് ആൻഡ് ഇഷ്യൂഡ് ബൈ സബ്ജക്ട്സ്. അപ്പോൾ സബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് ആയിരിക്കും എല്ലാ ആക്ടിവിറ്റിയും കമാൻഡ് ചെയ്യുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ സബ്ജക്ട് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻടു ഡിഫറെന്റ് ആക്സസ് ക്ലാസസ് ആൻഡ് ദീസ് ക്ലാസസ് മേ ഓവർലാപ്പ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് അതിന് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ആക്ടിവിറ്റിയും തുടങ്ങുന്നത് ഈ പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ആക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ സബ്ജക്ട് ഓർ ഓൺ വിത്ത് ആൻ ഒബ്ജക്ട്. അതായത് നമ്മൾ ഈ റെക്കോർഡിങ്സ് ആണ് പറയുന്നത്, ഇതിനകത്ത് പറയുന്ന റെക്കോർഡിങ്സ് ആണ് പറയുന്നത്. അതിൽ സബ്ജക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യേറ്റർ ഓഫ് ആൻ ആക്ഷൻ. നിങ്ങളൊരു പ്രോസസ്സ്, ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഹൂ ഈസ് ഇനീഷ്യേറ്റിംഗ്, അതാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദാറ്റ് ഓപ്പറേഷൻ? ദാറ്റ് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ സബ്ജക്ട് ഓൺ ഓർ വിത്ത് ആൻ ഒബ്ജക്ട്, അല്ലെ? അപ്പോൾ ആ ആക്ഷൻ ആയിട്ട് നമ്മൾ എന്താ പറയാ? ഇപ്പൊ ലോഗിൻ ചെയ്യുന്നത് ഇറ്റ്സ് ആൻ ആക്ഷൻ, അല്ലെ? സിമിലർലി റീഡ് ചെയ്യുന്നത് ആക്ഷൻ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചെയ്യുന്നത് ആക്ഷൻ ആണ്. എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ പിന്നെ പ്രോസസ്സുകളെല്ലാം നമ്മുടെ ആക്ഷൻ എന്ന് പറയും, അല്ലെ? അപ്പൊ അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസിക്കലി യൂസർ ആണ്. നമ്മൾ ആരാണോ ഒരു ആക്ഷൻ തുടങ്ങുന്നത് അവരെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒബ്ജക്റ്റ് ആണ്, അല്ലെ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ രീതിയിലായിരിക്കും റെക്കോർഡിംഗ് ഉണ്ടാകുന്നത്. ഒബ്ജക്റ്റ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവോ? അതായത് ഒബ്ജക്റ്റ് ഈസ് ബേസിക്കലി റിസപ്റ്റേഴ്സ്, അല്ലെ? റിസപ്റ്റേഴ്സ് ഓഫ് ആക്ഷൻ, അല്ലെ? അപ്പൊ അതിലെന്തുണ്ടാവാം? ഫയൽസ്, പ്രോഗ്രാംസ്, അല്ലെ? ഫയൽസ്, പ്രോഗ്രാംസ് ഉണ്ടാവാം, മെസ്സേജസ്, ഓക്കെ, പ്രിന്റേഴ്സ്, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ആ ഒബ്ജക്ട്, ആ റിസപ്റ്റേഴ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ, ലോഗിൻ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതൊക്കെ ആക്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സെപ്ഷൻ കണ്ടീഷൻ. ഓക്കെ, എക്സെപ്ഷൻ കണ്ടീഷൻ. ഓക്കെ, അപ്പം എക്സെപ്ഷൻ കണ്ടീഷൻ ഡിനോട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഇത് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചേഞ്ച് അതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സെപ്ഷൻ കണ്ടീഷൻ ഡിനോട്ട് ഇഫ് എനി എക്സെപ്ഷൻ കണ്ടീഷൻ ഇസ് റേസ്ഡ് ഓൺ റിട്ടേൺ. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ്, ഒരു യൂസർ ഒരു ആക്ഷൻ ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈസ് ദർ എനി ചേഞ്ച് ഓർ ഈസ് ദർ എനി എക്സെപ്ഷൻ ഉണ്ടാവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ കണ്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിസോഴ്സ് യൂസേജ്. എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നമ്മുടെ ഓഡിറ്റിംഗിൽ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, റിസോഴ്സ് യൂസേജ്. ഓക്കെ, അപ്പോൾ ഹിയർ എ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ്സ് ഇൻ വിച്ച് എലമെന്റ്സ് യൂസ് റിസോഴ്സസ്. ഇപ്പം നമ്പർ ഓഫ് ലൈൻസ് പ്രിന്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വാട്ട് ആർ ദ റിസോഴ്സസ് യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ആക്ഷൻ ബൈ എ സബ്ജക്റ്റ്. അപ്പം അതിലെന്താ ഒരു നമ്പർ ഓഫ് ലൈൻസ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ എത്ര ഡിസ്പ്ലേ ആയിട്ടുണ്ട്, എത്ര ഇമേജസ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഡാറ്റ റീഡ് ആയിട്ടുണ്ട്, പ്രോസസ് ചെയ്യുന്ന ടൈം, ഓക്കെ, IO യൂണിറ്റ്സ്, എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിസോഴ്സസ് യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് ഇതിനകത്ത് റെക്കോർഡിംഗ് വരുന്നതാണ് ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം
ടൈം സ്റ്റാമ്പ് എന്ന് വെച്ചാൽ ഓരോ ആക്ഷനും എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എപ്പോൾ എൻഡ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ടൈമിന്റെ ഇൻഫർമേഷൻ നമ്മളവിടെ കൊടുക്കുന്നത്. അതിനാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിക് ടൈം ആൻഡ് ഡേറ്റ് ഫോർ ഐഡന്റിഫൈങ് വെൻ ദ ആക്ഷൻ ടുക്ക് പ്ലേസ്. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ ചെയ്തു, ഒരു സിസ്റ്റത്തിൽ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡേറ്റിന് ഏത് ടൈമിന് എത്ര സമയം എടുത്തു, അങ്ങനെയുള്ള ഇൻഡിക്കേഷനാണ് നമ്മൾ എന്താ പറയുന്നത് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ശ്രുതി ക്ലിയർ അല്ലേ? പറഞ്ഞല്ലോ ഇതൊക്കെ തിയറിയാണ് നിങ്ങൾ എഴുതുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.